ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എന്തൊക്കെയുണ്ട്, എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ അല്ലേ? അൽഹംദുലില്ലാ, ഞങ്ങളും ഇവിടെ സുഖമായിരിക്കുന്നുണ്ട്. ഇന്നത്തെ ഈ വീഡിയോ എന്ന് പറയുന്നുണ്ടല്ലോ, ഞങ്ങൾ അബുദാബി ഷെയ്ഖ് സായിദ് മോസ്കിലേക്ക് നോമ്പ് തുറക്കാനായിട്ട് പോയിട്ടുള്ള ഒരു വീഡിയോ കേട്ടോ. ഒത്തിരിയായി ആഗ്രഹിക്കുന്നുണ്ട് ഇങ്ങനെ ഇവിടെ പോയി ഒരു ദിവസം നോമ്പ് തുറക്കണം എന്നുള്ളത്. കഴിഞ്ഞ വർഷമേ വിചാരിക്കുന്നതാണ്. അപ്പോൾ മോള് പിന്നെ ചെറുതായതുകൊണ്ട് പോയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഈ വർഷമാണെങ്കിലും നോമ്പ് തുടങ്ങിയപ്പോൾ തൊട്ട് ഇങ്ങനെ വിചാരിക്കുന്നതാണ്. പക്ഷേ ഓരോരോ ബുദ്ധിമുട്ടുകൾ കാരണം ഇങ്ങനെ മാറി ഇന്നിപ്പോൾ അൽഹംദുലില്ലാ ഞങ്ങളിപ്പോൾ അങ്ങോട്ടേക്ക് നോമ്പ് തുറക്കാനായിട്ട് പോയിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ ഇറങ്ങിയപ്പോൾ തന്നെ ഒരു 3:30 ആയിട്ടുണ്ടായിരുന്നു. ഇക്കാക്ക് വന്നിട്ട് ജോലിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടാട്ടോ ഇറങ്ങിയിട്ടുണ്ടത്. പിന്നെ ഇവിടെ ഷാർജയിൽ നിന്ന് അബുദാബി എത്തുമ്പോഴേക്കും ഒരുപാട് ടൈം എടുക്കും കേട്ടോ. പിന്നെ ഈ നോമ്പ് തുറക്കുന്ന ടൈം ആയതുകൊണ്ട് തന്നെ ട്രാഫിക് ഉണ്ടാവാനായിട്ടും ചാൻസ് ഉണ്ട്. ഞങ്ങൾ ഷാർജ മോസ്കിൽ പോയപ്പോഴും അതുപോലെയായിരുന്നു. ഇറങ്ങിയപ്പം അവിടെയൊക്കെ മോസ്കിൻ്റെ അവിടെ നല്ല തിരക്കായിരുന്നു. പാർക്കിംഗ് കിട്ടാനൊക്കെ ആണെങ്കിലും മോസ്കിലേക്ക് കയറാനൊക്കെ ആണെങ്കിലും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നേരത്തെ ഇറങ്ങണം എന്നൊക്കെ വിചാരിച്ചാണ്. പക്ഷെ എന്തായാലും ജോലിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ഇറങ്ങിയപ്പോൾ ഒരു 3:30 ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും അങ്ങോട്ടേക്ക് പോകുന്നുണ്ട്. മക്കളെയും കൊണ്ട് പോകുന്നതുകൊണ്ട് പിന്നെ ഒരു ഇതുണ്ട്, കാരണം മിണ്ടാണ്ടിരിക്കില്ലല്ലോ. അപ്പോൾ എന്തായാലും ഇൻഷാ അല്ലാ എത്തും എന്ന് പ്രതീക്ഷിക്കുന്നു. ആ ഒരു പ്രതീക്ഷയോടുകൂടിയാണ് പോകുന്നത്. ഏകദേശം ഒരു 35,000 പേർക്ക് അടുപ്പിച്ചിട്ട് നോമ്പ് തുറക്കിയ സൗകര്യം അവിടെ ഒരുക്കിയിട്ടുണ്ട്. പിന്നെ ഞായറാഴ്ച ദിവസങ്ങളിലൊക്കെ ആണെങ്കിലും നമുക്ക് UAE പ്രസിഡൻറ്റിൻ്റെയൊക്കെ കൂടെ നോമ്പ് തുറക്കാനായിട്ടുള്ള ഒരു സൗകര്യവും അവിടെ ഒരുക്കിയിട്ടുണ്ട്. പിന്നെ കനോൺ ഫയറിങ് കഴിഞ്ഞിട്ടാണ് ഇവിടെ നോമ്പ് തുറയും കാര്യങ്ങളുമൊക്കെ. അങ്ങനെ ചില അപൂർവം പള്ളികളിൽ മാത്രമേ ഈ കനോൺ ഫയറിങ് കഴിഞ്ഞിട്ട് നോമ്പ് തുറയേണ്ട ഇതുള്ളൂ. അപ്പം ഇവിടെ അങ്ങനെയാണ്, കനോൺ ഫയറിംഗ് ഒക്കെ കഴിഞ്ഞിട്ടാണ്. ഒരു 5:30 ആകുമ്പോൾ എത്തുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് പള്ളീൻ്റെ അവിടെയൊക്കെ കാഴ്ചകളും ഒക്കെ കണ്ടിട്ട് പിന്നെ കയറാം. നമ്മൾ എത്തിയപ്പോൾ തന്നെ ഒരു 6 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ വിചാരിച്ച എല്ലാം ഫില്ലാകും എന്നൊക്കെയാണ് വിചാരിച്ചിരുന്നത്. അപ്പോൾ ഇതാട്ടോ അബുദാബി പള്ളി, നല്ല അടിപൊളി പള്ളിയാണ്. നമുക്ക് എത്ര വന്നു കഴിഞ്ഞാലും വീണ്ടും 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 നമുക്ക് ഇങ്ങോട്ടേക്ക് വരാനായിട്ട് തോന്നും. ഒത്തിരി ഏരിയ ഉണ്ട് ഇവിടെ. ഇങ്ങനെ പുറത്തൊക്കെ ആണെങ്കിലും നല്ല അടിപൊളിയാണ്. അതിനകമൊക്കെ കാണാനാണെങ്കിൽ നല്ല ഭംഗിയാട്ടോ. നല്ല അടിപൊളി ലൈറ്റും അതിൻ്റെ താഴ്ഭാഗവും തറയും ഒക്കെ കാണാനായിട്ട് നല്ല ഭംഗിയാണ്. ഇങ്ങനെ വാട്ടർ ഫൗണ്ടെയിനും ഒക്കെ സെറ്റാക്കിയിട്ടുണ്ട്. അപ്പം അതിൻ്റെ പണി കാണാനായിട്ട് തന്നെ നമുക്ക് ഭയങ്കര നല്ല രസമാട്ടോ. നമുക്ക് ഒരു വട്ടം വന്നു കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും വീണ്ടും വന്ന് കാണാനായിട്ട് നമുക്ക് തോന്നും. ഇതിൻ്റെ ഉള്ളിലിങ്ങനെ സെപ്പറേറ്റ് ആയിട്ടാണ് സീറ്റിംഗ് ഒക്കെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് കേട്ടോ. ലേഡീസിന് സെപ്പറേറ്റ്, ജെൻസിന് സെപ്പറേറ്റ്, പിന്നെ ഫാമിലി ഏരിയ അങ്ങനെയായിട്ടാണ് ഇങ്ങനെ അറേഞ്ച് ആക്കിയിരിക്കുന്നത്. ഞങ്ങളിപ്പോൾ ഫാമിലി ഏരിയയിലാണ് ഞങ്ങൾ ഇരുന്നുണ്ടായിരുന്നത്. ഒത്തിരി ഇങ്ങനെ സീറ്റ് ഇനിയും ഫില്ലാകാനായിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ 6:10 ആയിട്ടുണ്ടായിരുന്നു ഉള്ളിൽ കയറിയപ്പോഴേക്കും. അപ്പോഴും ഇത്രയും ഇനിയും സ്പേസ് ഉണ്ട്. ഞങ്ങൾ ആക്ച്വലി വിചാരിച്ചിട്ടുണ്ടായിരുന്നത് ഞങ്ങൾ എത്തുമ്പോഴേക്കും ഒന്നും കിട്ടില്ല എന്നുണ്ടായിരുന്നതാണ്. പക്ഷേ എനിക്ക് തോന്നുന്നു വരുന്ന എല്ലാവർക്കും ഇവർ ഫുഡ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത്രയ്ക്കും ഇവർ ഫുഡ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരുപാട് വോളണ്ടിയേഴ്സ് നിൽക്കുന്നുണ്ടായിരുന്നു. ഇങ്ങനെ എവിടെയാണ് ഫില്ലായിട്ടുണ്ടോ എന്നൊക്കെ നോക്കി നമ്മൾ പ്രോപ്പറായിട്ട് ഗൈഡ് ചെയ്യാനായിട്ട് ഒത്തിരി വോളണ്ടിയേഴ്സും നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഒരു പിന്നെ ലേഡീസിന് ഫുൾ സ്ലീവ് ആയിട്ടുള്ള ഡ്രസ്സ് അത് നിർബന്ധം കേട്ടോ. ഇങ്ങനെ ഉള്ളിൽ കയറണം എന്നുണ്ടെങ്കിൽ ലേഡീസ് ഫുൾ സ്ലീവ് ഡ്രസ്സ് ഇട്ടിട്ട് മാത്രമേ ഉള്ളിലേക്ക് കയറാനായിട്ട് പറ്റുള്ളൂ. പിന്നെ എല്ലാ റിലീജിയനിലുള്ള ആൾക്കാർക്കും ഇതിനുള്ളിൽ കയറാനായിട്ട് പറ്റും. ഈ ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി. ലേഡീസിന് ഫുൾ സ്ലീവ് ഡ്രസ്സാണ് ഇടേണ്ടത്. അങ്ങനെ മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് എല്ലാ റിലീജിയനിലുള്ള ആൾക്കാർക്കും ഇവിടെ വന്ന് ഇങ്ങനെ നോമ്പ് തുറക്കും ഇതിനൊക്കെ വരാവുന്നതാണ് കേട്ടോ. പള്ളി കാണാനാണെങ്കിലും ഒക്കെ കയറാവുന്നതാണ്. അപ്പോൾ എന്തായാലും ഇത്രയും ആൾക്കാരോടൊപ്പം ഇങ്ങനെ ഒരു ഓപ്പൺ സ്പേസിൽ ഇങ്ങനെ പള്ളിയിൽ നോമ്പ് തുറക്കുക എന്ന് പറയുന്നത് ഒരു പ്രത്യേക ഒരു ഫീല് തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ ആ ഒരു സമയത്ത് മുകളിൽ ഇങ്ങനെ ഹെലികോപ്റ്ററൊക്കെ പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. മക്കൾക്കാണെങ്കിലും അതൊക്കെ കണ്ടപ്പോഴേക്കും ഭയങ്കര സന്തോഷമായിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ നല്ല സൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഡ്രോൺ ലൈവ് റെക്കോർഡിംഗ് ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ അവർ പിന്നെ അങ്ങ് മിണ്ടാണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ ബോക്സ് അങ്ങനെയായിട്ടാണ് വെച്ചിട്ടുണ്ടായിരിക്കുന്നത്. നീ കണ്ടോ, ഹെലികോപ്റ്റർ ഇങ്ങനെ താഴ്ന്നിങ്ങനെ പോകുന്നുണ്ടായിരുന്നു.
അവിടെ ഇങ്ങനെ ചെടിയൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നതാണെങ്കിലും നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. ഇങ്ങനെ കറക്റ്റ് ഇങ്ങനെ റൗണ്ട് ഷേപ്പിൽ അവരിങ്ങനെ കട്ടാക്കി നിർത്തിയിട്ടുണ്ടായിരുന്നു. നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും അൽഹംദുലില്ലാ, ഇത് കുറേ നാളത്തെ ഒരാഗ്രഹമാണ് ഇന്നിപ്പോൾ എന്തായാലും സാധിച്ചത്. അപ്പോൾ ഈ ഒരു ബോക്സിൽ വരുന്നതെന്ന് പറയുന്നത് ഒരു ബോട്ടിൽ ലെബനപ്പ്, പിന്നെ ഒരു ബോട്ടിലിൽ ചെറിയൊരു ബോട്ടിലിൽ വെള്ളം, പിന്നെ ഇങ്ങനെ ഒരു ചെറിയൊരു ജ്യൂസുമാണ് വരുന്നത്. അത് ചിലർക്ക് പൈനാപ്പിൾ ജ്യൂസ്, ചിലർക്ക് ഇങ്ങനെ ആപ്പിളിൻ്റെ ജ്യൂസ്, ഇങ്ങനെയാണ് ഈ ഒരു കിറ്റിൽ വരുന്നത്. പിന്നെ എന്താണ് എല്ലാവരും ഇങ്ങനെ ഈ ഹെലികോപ്റ്റർ പോകുന്നതും ഡ്രോൺ പോകുന്നതൊക്കെ നോക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. പിന്നെ ഈ ഒരു ഇതിലേക്ക് വരുന്നത് ബോക്സിൽ വരുന്നത് ഒരു ചെറിയൊരു പാക്കറ്റിൽ കുറച്ച് ഡേറ്റ്സ് ആണ്. ഡേറ്റ്സ് വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ എന്താണ് ഒരു പാക്കറ്റിൽ വെജിറ്റബിൾസ് കട്ടാക്കിയിട്ടുള്ളതാട്ടോ, വെജിറ്റബിൾ സാലഡായിട്ട്. പിന്നെ ഒരു സൂപ്പാണ്, വെജ് സൂപ്പായിട്ടാണ്. സൂപ്പൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഒരു ചിക്കൻ മന്തി ആട്ടോ, ഹാഫ് ചിക്കൻ, ഓരോരുത്തർക്ക് ഹാഫ് ചിക്കൻ ആയിട്ടാണ്. പിന്നെ റൈസും അതും അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി തന്നെ ഉണ്ടായിരുന്നു. നല്ലതുപോലെ ഒരാൾക്ക് കഴിക്കാനായിട്ട് പറ്റുന്ന, ആ ഒരു നോമ്പ് തുറക്കുന്ന സമയത്താണെങ്കിൽ 2 പേർക്ക് കഴിക്കാൻ പറ്റും. നമ്മൾ പിന്നെ ആ ഒരു സമയത്ത് റൈസ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ പാക്ക് ചെയ്ത് വീട്ടിൽ പോയിട്ടാട്ടോ കഴിച്ചിട്ടുണ്ടായിരുന്നത്. ഒരു സമയത്ത് ഫ്രൂട്ട്സും ജ്യൂസും ഒക്കെ കുടിച്ചത്. പിന്നെ വീട്ടിലേക്ക് പോയിട്ടാണ് ബാക്കി ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നത്. അവിടെ ഇരുന്ന് പിന്നെ ഓപ്പൺ ചെയ്ത് കഴിച്ചാലും നമുക്ക് ഫുള്ള് കഴിക്കാനൊന്നും പറ്റില്ല. അപ്പോൾ പിന്നെ വീട്ടിൽ പോയി കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എന്തായാലും ബാങ്ക് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പം ഫുഡൊക്കെ കഴിക്കുക കേട്ടോ. അപ്പം മക്കൾക്കാണെങ്കിലും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. ഇങ്ങനെ ഒരു ഓപ്പൺ സ്പേസിലിരുന്ന് നോമ്പ് തുറക്കുക എന്നൊക്കെ പറയുന്നത് അവർക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവരും അവിടെ ഇരുന്ന് ഫുഡൊക്കെ കഴിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പം പിന്നെ ഇതൊരു രാത്രി ആയപ്പോഴുള്ള ഒരു വ്യൂ ആട്ടോ. അപ്പോൾ എല്ലാവരും ഫുഡൊക്കെ കഴിച്ചിട്ട് അതിങ്ങനെ പോയിട്ടുണ്ടായിരുന്നതാണ്. ഇതിന് ക്ലീനിങ് എന്ന് പറയുന്നത് നല്ല പണിയുണ്ട്. അത്രയും ഏരിയ ഇനി ക്ലീൻ ആക്കുന്നുണ്ടല്ലോ. ഒത്തിരി വോളണ്ടിയേഴ്സും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഇവർ പെട്ടെന്നത് ക്ലീൻ ആക്കും എന്ന് തന്നെയാണ് തോന്നുന്നത്. ഇനിയിപ്പം അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് പോവാം കേട്ടോ. ഇനിയിപ്പോൾ അങ്ങ് ഷാർജ വരെ എത്തേണ്ടതാണല്ലോ. അപ്പോൾ ട്രാഫിക്കും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ പിന്നെ കഴിച്ചിട്ട് നമസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ പെട്ടെന്ന് ഇറങ്ങിയിട്ടുണ്ട്. പോകുന്ന വഴിക്ക് ഇങ്ങനെ റോഡൊക്കെ നല്ല ഭംഗിയായിട്ട് അവരിങ്ങനെ ലൈറ്റൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പം ഈദൊക്കെ വരാനുള്ള ടൈം ആയിട്ടുണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. മറ്റു വീഡിയോ കാണുന്നതായിരിക്കും. ബൈ.